ശ്രീമതി കെ ചിന്നമ്മ ആറ്റിങ്ങലിലൊരു സാധാരണ കൃഷിവല കുടുംബത്തിൽ ജനിച്ച ഒരു മഹതിയാണ്. വിദ്യാഭ്യാസം ലഭിക്കുക വഴി അവർക്ക് ഉന്നത സ്ഥാനങ്ങളിലെത്താൻ സാധിച്ചു. ചെറുപ്പത്തിലെ ദയാലുവായിരുന്ന അമ്മ പല സഹായങ്ങളും സഹപാഠികൾക്കും പൊതുജനങ്ങൾക്കും ചെയ്തു വന്നു. അമ്മയ്ക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വിദ്യാഭ്യാസപരമായ നേട്ടങ്ങളുള്ളതുകൊണ്ട് ആദ്യം ടീച്ചറായും പിന്നെ ഹെഡ് മിസ്ട്രസ്സായും പിന്നീട് സ്കൂൾ ഇൻസ്പെക്ടർസായും സ്ഥാനക്കയറ്റം കിട്ടി. അങ്ങനെ തിരുവിതാംകൂർ രാജ്യത്ത് പല ജില്ലകളിലും അമ്മയ്ക്ക് സേവനം ചെയ്യാൻ അവസരം ലഭിച്ചു. പ്രധാനമായിട്ടും കൊല്ലം, ആലപ്പുഴ, നോർത്ത് പറവൂർ എന്നീ ജില്ലകളിലാണ് സേവനം ചെയ്തു വന്നത്. ഇവിടെയൊക്കെ അമ്മ സ്കൂളുകൾ സന്ദർശിക്കാൻ പോകുമ്പോൾ പരിസരത്ത് താമസിക്കുന്ന കുട്ടികളുടെ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ദുരന്ത നിലവാരവും അവരുടെ അവസ്ഥയും കണ്ട് വളരെയധികം സങ്കടപ്പെടുകയും അതിനെന്തെങ്കിലും ചെയ്യണമെന്ന ഒരാഗ്രഹം മനസ്സിലുദിക്കുകയും ചെയ്തു. അതൊരു വെറും ആഗ്രഹമായിരുന്നില്ല, അതൊരു ആവേശമായിരുന്നു. മാത്രമല്ല, ആ അമ്മയ്ക്ക് വളരെയധികം ആത്മധൈര്യവും അഭിമാനവും സ്ത്രീകളെ അവരുടെ അർഹിക്കുന്ന സ്ഥാനത്ത് എത്തിക്കണമെന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യവും ഉണ്ടായിരുന്നു. അതേ സമയത്താണ് ചിന്നമ്മ നീലകണ്ഠ തീർത്ഥപാദരുമായിട്ട് ബന്ധപ്പെട്ടതും ശിഷ്യപ്പെട്ടതും. കൃഷ്ണഭക്തയായിരുന്നു. സ്വാമിജിയുടെ പല തരത്തിലുള്ള പ്രചോദനങ്ങളും ഉപദേശങ്ങളും കൊണ്ട് അമ്മയ്ക്ക് തൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലേക്ക് നടക്കാനുള്ള ഒരു പ്രചോദനം ലഭിച്ചു. അങ്ങനെയാണ് അമ്മ പ്രത്യേകിച്ചും ആലപ്പുഴ, കൊല്ലം ഡിസ്ട്രിക്റ്റുകളിൽ, അന്നത്തെ കൊല്ലം ഡിസ്ട്രിക്റ്റുകളിൽ കുട്ടികളെ വീടുകളിൽ പോയി സന്ദർശിച്ച് രക്ഷകർത്താക്കളുമായി ബന്ധപ്പെട്ട് ജാതി മതഭേദമന്യേ പെൺകുട്ടികളെ സർക്കാർ സ്കൂളുകളിൽ ചേർക്കാനായിട്ട് ശ്രമിച്ചു. അത് കഴിഞ്ഞിട്ട്, അതും പോരാഞ്ഞിട്ട് അമ്മയ്ക്ക് സ്ത്രീകൾക്ക് തൊഴിലും അവരവർക്ക് വേതനവും ലഭിക്കണമെന്ന ആഗ്രഹം വന്നു. ഇതെല്ലാം മനസ്സിൽ കിടന്ന സമയത്താണ് തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറി വന്നത്. കുറച്ച് സുഹൃത്തുക്കളെയും ചില ധനിക കുടുംബങ്ങളെയും എല്ലാം ചേർത്ത് അമ്മ ഇക്കാര്യം പ്രസ്താവിക്കുകയും അന്നത്തെ നാടുവാഴിയായിരുന്ന ശ്രീമൂലം തിരുനാൾ രാമവർമ്മ മഹാരാജാവ് അതിന് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. ഈ യാത്രയിൽ അമ്മയ്ക്ക് ഏറ്റവും അധികം ആത്മധൈര്യം കൊടുത്തത് അമ്മയുടെ ആത്മീയ അവബോധമാണ്. അത് ചട്ടമ്പി സ്വാമികളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ശിഷ്യനിൽ നിന്നും ആണ് ലഭിച്ചതെന്ന് അറിയുന്നു. എന്തെന്നാൽ എൻ്റെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ചട്ടമ്പി സ്വാമി അമ്മയുടെ വീട്ടിൽ വന്ന് 1-2 ദിവസം താമസിച്ചിട്ടുണ്ടെന്നാണ്. അന്ന് ഈ കുടുംബം പൂജപ്പുരയിൽ പ്രാക്കുളത്ത് വീട് എന്ന് പറയുന്ന ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് താമസിച്ചിരുന്നത്. അതിപ്പോൾ ആർമി റിക്രൂട്ടിംഗ് സെൻ്ററാണ്. അവിടെ വച്ചും അമ്മയെ ധാരാളം ഇതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി എന്ന് പറയുന്നു. മാത്രമല്ല, അമ്മയ്ക്ക് ഈ പ്രസ്ഥാനം തുടങ്ങുന്നതിന് എന്ത് ആത്മധൈര്യവും കൊടുക്കാൻ ശിഷ്യരെ ഏർപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹം അമ്മയുടെ ആത്മീയ ബോധം കണ്ടിട്ട് ആത്മീയ ഭാരതി എന്ന പേര് വിളിച്ചു എന്നാണ് അറിവ്. അമ്മ കുട്ടികളെ താമസിപ്പിക്കാൻ ഈ സ്ഥലത്ത്, പൂജപ്പുര ഈ സ്ഥലത്ത്, ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ സ്ഥാപനം തുടങ്ങി. അതിൻ്റെ കൂടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്ത്രീകൾക്കുള്ള തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളും പരിശീലനം കൊണ്ട് എന്തെങ്കിലും ലാഭമുണ്ടാക്കുന്നതിനുള്ള മാർഗങ്ങളും എല്ലാം ഉണ്ടാക്കി. വീടാന്തോറും പിടിയരി ശേഖരിച്ചും ധനിക കുടുംബങ്ങളിൽ നിന്നും ചെറിയതും വലിയതുമായിട്ടുള്ള തുകകൾ സംഭാവനയായി എടുത്തും എത്രയോ പേരിൽ നിന്ന് കടം വാങ്ങിയുമാണ് ഈ സ്ഥാപനം വളർത്തിക്കൊണ്ടുവന്നത്. അമ്മയ്ക്ക് വീണ്ടും തിരുവല്ലയിലേക്ക് സ്ഥലം മാറിപ്പോയി. സഹയാത്രികരായിരുന്ന മഹിളാ മന്ദിരം പ്രവർത്തകരെ ഏൽപ്പിച്ചിട്ട് അമ്മ അങ്ങോട്ട് മാറി താമസിച്ചു. അതേ സമയത്ത് അവിടുത്തെ ജന്മിമാരുമായിട്ട് ഇടപെട്ട് സ്ഥലമായും സാധനങ്ങളായും, അതായത് ഓരോ തവണയും ഈ ഹാർവെസ്റ്റ് വരുമ്പോൾ നെല്ലായും തേങ്ങയായും ഒക്കെ
തോണിയിൽ ഇവിടം വരെ എത്തിക്കുകയും കുട്ടികളെ പരിപാലിക്കുകയും ചെയ്തു വന്നതെന്നാണ് അറിവ്. പക്ഷേ അമ്മയുടെ ഈ കഠിനമായ അധ്വാനം ആരോഗ്യത്തെ ബാധിച്ചു. 47-ാമത്തെ വയസ്സിൽ തിരുവല്ലയിൽ വച്ച് അമ്മ കാലയവനിക്കുള്ളിൽ മറഞ്ഞു. ശ്രീ ചട്ടമ്പി സ്വാമി ഒരിക്കൽ ഇതുവഴി പോകുമ്പോൾ ഇവിടെ ഒരു വിഷ്ണു ക്ഷേത്രം ഉണ്ടാകുമെന്ന് കേട്ടുകേൾവിയുണ്ട്. അമ്മ ഇവിടെ തുടങ്ങിയതും ഒരു ശ്രീകൃഷ്ണൻ്റെ ചെറിയ പ്രാർത്ഥനാമുറിയാണ്. അതിപ്പോഴും കുട്ടികൾ അവിടെ ദിവസേന നാമം ജപിച്ചും പ്രാർത്ഥിച്ചും കഴിയുന്നു. ഈ സ്ഥാപനത്തിൻ്റെ ഊർജം ചട്ടമ്പി സ്വാമിയിൽ നിന്നും അമ്മ വഴി ഇവിടെ കിട്ടിയതാണ് ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നു.